ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കടവരാന്തയിലോ അല്ലെങ്കിൽ ആത്മഹത്യക്കോ ആ വക്ക് വരെ എത്തി നിൽക്കുകയാണ്. ഈ കാല് കണ്ട, ഈ കാല് മുറിക്കാൻ പറഞ്ഞ കാല. എന്റെ വീട് ഇതാ ജപ്തിയിലിരിക്കും. അപ്പച്ചന്മാരോട് ചെയ്യേണ്ട ജോലികളാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എടുക്കാൻ വയ്യാത്ത പണികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലാണ്. അതായത് ഒരുപാട് പേര് ജോലിക്ക് വേണ്ടിയും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും തന്റെ ജീവിതം തന്നെ പണയം വെച്ച് ഇവിടെ വന്ന് സമരം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും പല ദിവസവും ഇവിടെ കാണുന്നത്. തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും തൊഴിലുണ്ടായിട്ടും അതിന് മതിയായ വേതനം ഇല്ലാതെ സമരത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിലാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. അതായത് തൊഴിലുണ്ട്, നടുവൊടിഞ്ഞ് പണിയെടുത്തിട്ടും അതിന് മതിയായ വേതനവും കിട്ടുന്നില്ല, നടു നിവർത്തി ജീവിക്കാനും പറ്റുന്നില്ല. സോ നമ്മളിവിടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ളത് കുറച്ച് ആശാ വർക്കേഴ്സ് ആണ്. അതായത് അവർക്ക് ഇപ്പൊ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് കേട്ടറിയാൻ മാത്രമല്ല, ഇത് അറിഞ്ഞ ശേഷം ഇത് കാണുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, ഇതിന് അധികൃതരായിട്ടുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക, അവരുടെ എല്ലാം ഈ ഒരു കമന്റ് ബോക്സിൽ അവരെ എല്ലാം മെൻഷൻ ചെയ്യുക എന്നൊരു നല്ല പ്രവൃത്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം എന്താ പറയാ തൊഴിലെടുക്കുന്ന വനിതകളാണ്. എന്നിട്ടും വേതനം കിട്ടുന്നില്ല. അപ്പൊ അവരോട് തന്നെ അവരുടെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് പത്മജാണ്. എന്റെ സ്ഥലം തിരുവല്ലാണ്. ഞാൻ ആശാ വർക്കറാണ്. ഞാൻ 93 ആശാ വർക്കറായിട്ട് MSS ആയിട്ട് കയറിയതാണ്. 93 കയറിയതാണ്. ഇപ്പോഴും അത് കഴിഞ്ഞ് 2011 ആശാ വർക്കറായിട്ട് 2021 ഞങ്ങൾ പിന്നെ ആശാ വർക്കറായതാണ്. അത് കഴിഞ്ഞിട്ട് ആശാ വർക്കറായതാണ്. ഇപ്പൊ ആശാ വർക്കർ എന്ന് പറയുമ്പോൾ അന്ന് ഞങ്ങൾ കയറിയ സമയത്ത് ഞങ്ങൾക്ക് തുച്ഛമായുള്ള വരുമാനം ഉണ്ടായിരുന്നു, തുച്ഛമായിട്ടുള്ള പൈസ ഉണ്ടായിരുന്നു. വെറും 300 രൂപ. അന്ന് വെറും 300 രൂപ. അതിനുശേഷം 93 പൈസ ഒന്നും 1 രൂപ ഇല്ലായിരുന്നു. സേവനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കയറ്റിയത്. അന്ന് ഇതുപോലത്തെ ജോലിയല്ല. അന്ന് ഞങ്ങൾക്ക് തരുന്ന ജോലി ഞങ്ങൾ ചന്തയിൽ പോകുമ്പോഴാ, ഒരു മരണ വീട്ടിൽ പോകുമ്പോഴാ, ആരെങ്കിലും ഒരു അയൽക്കൂട്ടത്തിൽ പോകുമ്പോഴോ, നമ്മൾ അടുത്ത പരിസരത്തുള്ള വീടുകളിൽ അവിടെ എന്തെങ്കിലും പനിയോ ഗർഭിണികളോ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ തിരക്കി റിപ്പോർട്ട് സിസ്റ്റർമാരെ JPHമാരെ അറിയിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഞങ്ങളുടെ കഴുത്തിൽ താങ്ങുന്നില്ല. അത്രമാത്രം JPHമാരോട് ചെയ്യേണ്ട ജോലികളാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എടുക്കാൻ വയ്യാത്ത പണികളാണ് ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന കൂലി വെറും തുച്ഛമായ ഒരു ദിവസം 232 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. ഒരു ദിവസത്തെ ഞങ്ങൾക്ക് കൂലി എന്ന് പറഞ്ഞാൽ 232 രൂപ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ പോകണമെന്നുണ്ടെങ്കിൽ ഒരു വഴിക്ക് 150 രൂപ. ഒരു ഓട്ടോ വിളിച്ച് ഈ പറഞ്ഞ 250 രൂപയെന്ന് നമ്മള് പൈസ ചെലവാക്കി തന്നെ ട്രാവൽ ചെയ്യണം. പോയിട്ട് തിരിച്ച് വർക്ക് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുമ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമരത്തിന് മുന്നേ നമ്മൾ 6 മണി വരെ ഫീൽഡിൽ നിൽക്കണം. ഇപ്പോഴും സമരം വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു 2 മണി വരെയൊക്കെ നിന്നാണ്. 2 മണി വരെ സമയം നമുക്ക് കുറച്ച് കിട്ടും. അത് കഴിഞ്ഞ് OP ഡ്യൂട്ടി ചെയ്യണം. മുമ്പ് എല്ലാ ജോലി അവരെന്ത് പറയുന്നോ അതെല്ലാം അവർ ചെയ്യണം. എന്ത് പറയുന്നോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഈ ആശാ വർക്കർമാർ ചെയ്തിരിക്കണം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് 9 മണിക്ക് പോയാൽ 4 മണി ഒരു 150 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിലെത്താം. അത് കഴിഞ്ഞ് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളൊരു ഓട്ടോ പിടിച്ച് വരണമെന്നുള്ള എന്റെ അനുഭവം പറയുന്നതാണ്. വിളിച്ച് വരുന്നെങ്കിൽ 60 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 100 രൂപ കൊടുക്കണം. അപ്പൊ എനിക്ക് 232 രൂപ മുതലാവുന്നില്ല. എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. റേഷൻ ഏരിയയാണ്. ഒരു നല്ല മീന് വാങ്ങാനോ, ഒരു നല്ല മുളകും മല്ലിയും വാങ്ങി പൊടിക്കാനോ, 1 കിലോ തേങ്ങയ്ക്ക് 80 രൂപ, എണ്ണയ്ക്ക് അതുപോലെ വില. ഒരു 100 രൂപയൊക്കെ കുറഞ്ഞ് മീനില്ല. ഞങ്ങൾ വലിയ ദുരിതത്തിലാണ്. ഞങ്ങളെ വീട്ടിൽ വലിയ സാമ്പത്തികമോ സമ്പാദ്യമോ ഉള്ളവരല്ല. എന്റെ വീട് ഇതാ ജപ്തിയാണ്. ഞാൻ ഇനിയിപ്പോ അവര് ഈ ഒരു സമരത്തിന്റെ എന്തെങ്കിലും അറിയുന്നവരെ അവരിങ്ങനെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ അവര് ജപ്തി ചെയ്തോണ്ട് ഞാൻ പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കടവരാന്തയിലോ അല്ലെങ്കിൽ ആത്മഹത്യക്കോ ആ വക്ക് വരെ എത്തി നിൽക്കുകയാണ്. കിടക്കാറില്ല. ഞാനൊരു 2 ലക്ഷം രൂപയ്ക്ക് ഒരു ലോൺ എടുത്ത്, KSF ഒരു ലോൺ എടുത്ത് ഞാൻ ഒരു വീട് വച്ചു. ഞങ്ങൾ അത് ദൂർത്തടിച്ചതോ നാനാവരാക്കി കളഞ്ഞതോ അല്ല. ഞങ്ങൾ ഒരു കയറി കിടക്ക ഒരു നല്ലൊരു വീട് വെച്ചു. പക്ഷെ അത് ഞാൻ കുറേ അടച്ചപ്പോഴത്തേക്ക് അതെല്ലാം പലിശയ്ക്ക് പോയി.
ഇപ്പോഴും അടയ്ക്കാൻ നിവർത്തിയില്ല. 2014 ശേഷം 15 ശേഷം എനിക്ക് അടയ്ക്കാൻ നിവർത്തിയില്ല. എന്റെ കാലൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഈ വലത് കല്ല് ഞാൻ ഫീൽഡിൽ പോയപ്പോഴത്തേക്ക് പട്ടി ഓട്ടിച്ച് അങ്ങനെ ഞാൻ ചെന്ന് മുള്ളുവേലിയുടെ പുറത്തൂടെ വീണ്, മുള്ളുകമ്പി മണ്ണിന്റെ അടി കിടന്ന ഞാൻ കണ്ടില്ലായിരുന്നു. ചെരുപ്പ് തെന്നി വീണ് എനിക്ക് ഈ കാല് കണ്ട, ഈ കാല് മുറിക്കാൻ പറഞ്ഞ കാല. പിന്നെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം എനിക്ക് ലോൺ അടയ്ക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയാണ് ജപ്തിയായി കിടക്കുന്നത്. അതായത് 93 ആശാ വർക്കറായിട്ട് ജോലിക്ക് കയറി. അപ്പോഴത്തെ വേതനം വെറും 0 ആണ്. അതായത് നിങ്ങൾ ഓർക്കണം, ഇപ്പോ ജീവിത ചെലവ് എത്രമാത്രം ഉയർന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 2022 25 ഒരാൾക്ക് ഈ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ എത്രമാത്രം ചെലവുണ്ടെന്ന് അറിയാം. ആ ഒരു നിമിഷവും, അതായത് 93 ഗവൺമെന്റിന്റെ ഒരു ആശാ വർക്കറായിട്ട് കയറി, അതും സാലറി ഒന്നും ഇല്ലാതെ കയറിയിട്ടും പതുക്കെ 250 രൂപ 232 രൂപ വെറും സാലറി ഇപ്പൊ കിട്ടുന്ന ആളാണ് ഈ പറയുന്ന ഈ ഒരു ചേച്ചി. പേരെന്തായിരുന്നു? പന്മജം എന്ന് പറയുന്ന ഈ ഒരു ചേച്ചിക്ക് ഇത്രയും സാലറി ഇപ്പോഴും കിട്ടുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. 150 രൂപ ചെലവാക്കി ഒരു വാക്ക് ഓട്ടോയിൽ കയറി പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 100 രൂപ ചെലവാക്കി തിരിച്ചു വരുന്നു. അതായത് ടോട്ടല് 250 രൂപ വരെ, അത് 232 രൂപയ്ക്ക് സാലറി കിട്ടുന്ന ഒരാൾ 250 രൂപ അങ്ങോട്ട് മുടക്കാന്ന് വെച്ചാൽ, അതും ഇത്രയും രാവിലെ തൊട്ട് 6 മണി വരെ ഫീൽഡിൽ നിന്നിട്ട് ഇത്രയും നടു ഒടിഞ്ഞ ആശാ വർക്കർ ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ആശാ വർക്കർ ചെയ്യുന്ന ജോലി. അപ്പൊ ഇത്രയും നടുവറിഞ്ഞ് ജോലി ചെയ്തിട്ട് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. അതും ഈ ഒരു ജോബ് 93 തൊട്ട് 2025 വരെ ചെയ്യുമ്പോൾ എത്ര വർഷം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത്രയും വർഷമായിട്ടും സ്വന്തമായിട്ട് ഒരു വീട് വച്ചിട്ട് അതിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഈ നമ്മൾ കാണുന്ന ഇത്രയും പേര്. അപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം, അതായത് കേരളത്തിലെ പല സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഉന്നത വികസന കാര്യങ്ങളായാലും തൊഴിലില് പലരും മുന്നോട്ട് പോകുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇതുപോലെ ഒരു കൂട്ടം ആൾക്കാര് ഇങ്ങനെ വേദനിച്ച് ഇങ്ങനെ തെരുവിലോട്ട് ഇറങ്ങി, അവർക്ക് അതായത് പണിയെടുത്തിട്ടും ശമ്പളം കിട്ടുന്നില്ല എന്നൊരു കാര്യത്തില് തെരുവിലോട്ട് ഇറങ്ങിക്കൊണ്ട് സമരം ചെയ്യേണ്ട ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അതായത് നമ്മുടെ ഈ ഒരു നാട് ഭരിക്കുന്ന എല്ലാവർക്കും, ഒരാളെന്നല്ല, ഒരു മന്ത്രി, ഒരാളെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പക്ഷെ നമ്മൾ ഓരോരുത്തരും കണ്ടു നിൽക്കുന്ന ഓരോരുത്തരും ഇതിന് ഒരു ഉത്തരവാദികളാണ്. കാരണം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഇതുപോലെ പല പ്രോബ്ലങ്ങളും ഇനി നമുക്ക് വരാതിരിക്കുകയും ഇവരെ പോലത്തുള്ളവർക്ക് ഒരു സൊല്യൂഷൻ കിട്ടുകയും ചെയ്യത്തുള്ളൂ. അപ്പൊ ഇത് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിന് അധികൃതമായിട്ടുള്ള അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അവരെയൊക്കെ നിങ്ങൾക്ക് ആരെയൊക്കെ അറിയാം, അതായത് ഈ ആശാ വർക്കർമാരിലുള്ളയോ അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് ഫീൽഡ് ആരെയൊക്കെ അറിയാം, അവരെ മൊത്തം ഇതിൽ കമന്റ് ചെയ്യുക, അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ അവര് മൊത്തം ഈ ഒരു വീഡിയോ കാണും. സോ അങ്ങനെയെങ്കിലും ആ ഒരു ഹെൽപ്പ് എങ്കിലും നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. വേറെന്താ പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പണി ചെയ്യുന്നു. ഇപ്പോഴീ സമരം വന്നതിന് ശേഷം ഈ മന്ത്രി ഈ ഭരണം വന്നതോടുകൂടി നമുക്ക് പൈസ ഇവിടെ എന്തിനു വിളിച്ചാലും ഞങ്ങളെല്ലാം പോകും. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ കുറ്റം പറയുന്നതാ, പാർട്ടിയെ കുറ്റം പറയുന്നതാ ഒന്നുമല്ല. നമ്മൾ പോവുകയും വിളിക്കുകയും സഹായം, ഞങ്ങൾ എല്ലാത്തിനും ഒക്കെ പോയത്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ശമ്പളം എത്രയാണെന്ന് അറിഞ്ഞത്, ജോലിക്കൂലി എത്ര, ഈ സമരത്തോടു കൂടിയാണ്. ഞങ്ങൾക്കൊരു പാർട്ടിയില്ല. ഈ കിടക്കുന്ന സമരം ആശാ വർക്കേഴ്സ് എന്ന് മാത്രം ഒറ്റ ഒരൊറ്റ യൂണിയനേ ഉള്ളൂ. ഞങ്ങള് 26,125 പേരുണ്ട്. 26,200 ജില്ല മൊത്തം, കാസർഗോഡ് മുതൽ പാറശാല കേരളം മൊത്തം ഇത്രയും. പക്ഷെ ഞങ്ങൾക്ക് എന്റെ സത്യാവസ്ഥ പറയുകയാണ്. എന്റെ വീടിപ്പം ജപ്തിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല. ഞങ്ങൾ ഒരു യൂണിയന്, ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചിഹ്നം ഉണ്ടോ? ഞങ്ങൾ ഈ ആശാ വർക്കർമാർ ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് പാർട്ടിയല്ല. പിന്നെ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ആരാണോ ഞങ്ങൾ 2 കൈയും കൊണ്ട് സ്വീകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതമാണ്. ഇത്രയും പാർട്ടിക്കാരും ഇത്രയും അധികൃതരും ഉണ്ടായിട്ടും ഈ ഒരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവരുടെയൊക്കെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് ഈ ഉണ്ടാവാൻ പറ്റിയ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവരെല്ലാവരും ഉത്തരവാദികളാണ്. ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് ഞങ്ങൾ വെറുതെ വന്ന് കിടക്കുന്നതല്ല. ഞങ്ങൾക്ക് മുമ്പ് അവര് എഴുതി തന്നിട്ടുണ്ടായിരുന്നു എല്ലാം. ഞങ്ങൾ അടുത്ത ഭരണം വരുമ്പോഴത്തേക്ക് ഈ 7,000 എന്നുള്ളത് കൂട്ടിത്തരാമെന്ന് പറഞ്ഞാണ് 2ാമത്തെ ഭരണത്തിൽ വന്നത്. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി വന്നു കഴിഞ്ഞെങ്കിലും പക്ഷെ ഞങ്ങളെ അറിയില്ല. ഞങ്ങൾക്ക് ശൈലജ മാഡം ഇരുന്ന സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി 1ാം സ്ഥാനം ഞങ്ങളാണ് വാങ്ങിക്കൊടുത്തത്. ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഈ കോവിഡ് സമയത്തുള്ള ജോലി ചെയ്ത ആ ഒരു തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം നമ്മൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്ത ഒരു സമയമാണ്. ഇതില് മന്ത്രി എല്ലാവരും അവരവരുടെ വീടുകളിലും കണ്ണാടിക്കൂട്ടിനകത്ത് ഇരുന്നപ്പോഴത്തേക്ക്
ഈ പാവപ്പെട്ട ഞങ്ങളെ ഉണ്ടായിരുന്നു, താഴെ തട്ടിലുള്ള ഞങ്ങളെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറി ഇറങ്ങി ഞങ്ങളുടെ വീട്, കുടുംബം, മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് ജോലി ചെയ്തത്. ഞങ്ങളെ മരണത്തോട് മുഖാമുഖം കണ്ടാൽ ഞങ്ങൾ ജോലി ചെയ്തത്. എന്നിട്ട് പോലും ആ ഒരു ഇത് വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും, ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ല. മാന്യമായ രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം. 60 വയസ്സ് കഴിഞ്ഞാൽ 62, എനിക്കിപ്പോ 59 വയസ്സായി. ഞാൻ 60 വയസ്സ് 62 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് 65 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു പറഞ്ഞ് എപ്പോഴാണോ പറഞ്ഞയക്കുന്നത്, പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങാൻ കിട്ടണ്ടേ? 10 രൂപ. തീർച്ചയായിട്ടും മക്കളെടുത്ത് പോയാൽ അവര് കുടുംബമായി, അവര് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അമ്മ ഇത്രയും കാലം സർക്കാരിന് സേവിച്ചിട്ട് എന്ത് കിട്ടി, എന്ത് നേടിയെന്നല്ലേ ചോദിക്കുള്ളൂ. തീർച്ചയായിട്ടും അവർ ചോദിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് അമ്മ എന്തിനാ അങ്ങനെ പോയത്, എന്തോന്നിനും അങ്ങനെ പോയത്? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് ഞങ്ങളെ ഒന്ന് കൈവെടിയരുത്, ഞങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ. ഈ 7000 രൂപ മാസം സാലറി കിട്ടുന്നുണ്ട്, 7000 രൂപ കിട്ടത്തില്ല. 4-5 മാസം ആകുമ്പോഴത്തേക്കാണ് കിട്ടുന്നത്. ഈ സമരം വന്നതിന് ശേഷം ഞങ്ങൾക്ക് മെയ് ജൂൺ മുതലാണ് ഞങ്ങൾക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. മെയ് മുതൽ ഒരു മാസം എത്ര രൂപ ചെലവ് വരും ജീവിക്കാൻ വേണ്ടിട്ട്? ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക്, ഞാൻ ഉള്ള കാര്യം പറയുന്നതാണ്, ഞാൻ റേഷൻ അരിയ വാങ്ങിച്ച് കഴിക്കുന്നത്. 100 കിലോ മീന് വേണം, തേങ്ങ വേണം, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാം, തേയില, പഞ്ചസാര. എനിക്ക് ഒരു ദിവസം എങ്ങനെയായാലും 500 രൂപ കുറഞ്ഞത്. ഒരു മാസം എങ്ങനെയായാലും ഒരു 15,000 രൂപ ചെലവ് വരുന്ന ആ ഒരു സ്ഥലത്താണ് 3 മാസം കൂടുമ്പോ ഈ 7000 രൂപ മാസം ഉള്ളത് 3 മാസം കൂടെ കിട്ടുന്നത്. അപ്പം 7000 രൂപ കിട്ടുന്നത് പോട്ടെ, അത് ഒരു മാസം, ആ മാസം തന്നെ കിട്ടുന്നുമില്ല, 3 മാസം കൂടുമ്പോൾ ഒരുമിച്ച് കിട്ടുന്നത്. അപ്പൊ അത്രയും വലിയൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഇവരെ പോലുള്ള പലരും, അതായത് നമ്മളെ പോലുള്ള പലരും ഫാനിന്റെ അടിയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട ഈ ഒരു കാര്യങ്ങളാണ്. നമ്മൾ കാണാതെ പലരും, ആശാ വർക്കേഴ്സ് മാത്രമല്ല, ഇങ്ങനെ പല ആൾക്കാരും ഇതുപോലെ തെരുവിലിറങ്ങി സമരം ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ലാതെ, ഒരാൾ പോലും കണ്ണ് തുറക്കാതെ ഇവരുടെയൊക്കെ സമരവും ഇവരുടെയൊക്കെ ജീവിതവും എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂത്ത് ആയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇനിയെങ്കിലും ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ ഇനിയുള്ളവർക്കെങ്കിലും വരാതിരിക്കത്തുള്ളൂ, ഇവർക്കും അതിനൊരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവർക്കെല്ലാവർക്കും ഒരു സൊല്യൂഷൻ കിട്ടുന്നത് വരെ മാക്സിമം ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു സൊല്യൂഷൻ കിട്ടിയ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളെ ഫ്രണ്ടിൽ വരും. അതായത് ഇവരുടെ അടുത്ത് തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കിട്ടിയോ ഇല്ലയോ, ഈ ഒരു സൊല്യൂഷൻ കിട്ടുന്നവരെ നമ്മളും ഇതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്ന അത്ര ഹെൽപ്പ് നമ്മൾ ചെയ്യുക.